എല്ലാവർക്കും നമസ്കാരം. ലച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ ഇന്നിവിടെ ഒരു കൊത്തമര ഉപ്പേരിയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഉപ്പേരി വയ്ക്കുന്നത്. അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നമുക്കിത് ചെറിയതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. കുനുകുനാന്നൊക്കെ പറയില്ല, അതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് കുറച്ച് നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും വെക്കാം. ഇതിപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. സ്പെഷ്യലായിട്ടുള്ള വീഡിയോസൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കണ്ടോ, വളരെ ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു സവോളയും 2-3 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടി വെച്ച ശേഷം നമുക്കൊരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പെഷ്യലായിട്ടുള്ള വീഡിയോസ് 1-2 ഞാൻ ചെയ്തിട്ടുള്ളൂ. മട്ടൻ കറി, ചിക്കൻ കറി, ബിരിയാണി, ബാക്കിയൊക്കെ ഈ ഉപ്പേരി നമ്മൾ സാധാരണ വയ്ക്കുന്ന കറികളൊക്കെയാണ്. നമുക്ക് കുറച്ചും കൂടി നല്ല വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് അധികം എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കൊത്തമല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇന്നലെ ഇട്ടത് ഒരു ബീട്രൂട്ട് ഉപ്പേരിയുടെ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഒരു റെസിപ്പി ആയിട്ടല്ല, ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ ഇടാനായിട്ട് വേറെ ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടു എന്നുള്ളൂ. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൊത്തമരയൊക്കെ ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കൊത്തമരയ്ക്ക് വേവാൻ കുറച്ച് പാടാണ്. അപ്പോൾ ചെറിയ കഷ്ണമായതുകൊണ്ട് ഇത് പെട്ടെന്ന് വാടി കിട്ടും. ഒന്നും കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ കൊത്തമരയൊക്കെ ഇവിടെ റെഡിയായി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ ഉപ്പേരി. പെട്ടെന്ന് റെഡിയാവുന്നൊരു ഉപ്പേരിയാണ്. ഈ തേങ്ങയൊക്കെ ചിരകിയിടുമ്പോൾ കഴിക്കാത്തത്, ഈ കുട്ടികൾ കഴിക്കാത്ത ഉപ്പേരികളൊക്കെ ഒന്ന് കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ തേങ്ങയൊക്കെ ചിരകിയിടുന്നത്. ഇതല്ലാതെയും വെക്കാം, വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് സാധാ പയറുപ്പേരി വെക്കുന്ന പോലെയൊക്കെ വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വരാം. ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്